എവറി വൺ, റീസ്റ്റാർട്ട് PSC വിത്ത് മീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2025 ചോദിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? സുഭിക്ഷ കേരളം, കാരുണ്യ, നിരാമയ, ജീവനം. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി സുഭിക്ഷ കേരളം, കാരുണ്യ, നിരാമയ, ജീവനം. സുഭിക്ഷ കേരളം എന്ന് പറഞ്ഞാൽ എന്ത് പദ്ധതിയാണ്? കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം. കാരുണ്യ എന്നാൽ എന്താണ്? കാരുണ്യ എന്ത് പദ്ധതിയാണ്? കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതി. നിരാമയ എന്താണ്? സംസ്ഥാന അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി. ജീവനം എന്നുള്ള പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വേതന തൊഴിൽ പദ്ധതി ഏതാന്ന് ആണ്. അപ്പം ആൻസർ ഏതാണ് വരിക? ജീവനം. ആൻസർ ജീവനമാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ നന്ദകിഷോർ സിംഗ്, ഡോക്ടർ അരവിന്ദ് പനഹരിയ, YV റെഡ്ഡി, അഭിജിത് സെൻ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഹരിയ. അതാണ് ആൻസർ. 16ാം ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഹരിയ. അപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ ആരായിരുന്നു? NK സിംഗ്. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ NK സിംഗ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഹരിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ഗുരജട അപ്പറാവു, രവീന്ദ്രനാഥ ടാഗോർ, ONV കുറിപ്പ്, ഡോക്ടർ സിദ്ധലിംഗയ്യ. ആരാണ് ഈ വരികൾ എഴുതിയത്? ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളാണ്. ആരാണ്? ഗുരജട അപ്പറാവു. ഈ വരികൾ എഴുതിയത് ഗുരജട അപ്പറാവു. അടുത്ത ക്വസ്റ്റ്യൻ, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ? ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ധു, ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ ശക്തി. ഏതാണ്? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ധു. അപ്പോൾ ഓപ്പറേഷൻ സിന്ധു ആണ് ആൻസർ വരുന്നത്. ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി. ഓപ്പറേഷൻ സിന്ദൂർ എന്താണ്? 2025 മെയ് മാസത്തിൽ ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങളിൽ നടത്തിയ മിന്നലാക്രമണം അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങളിൽ നടത്തിയ മിന്നലാക്രമണം. ഓപ്പറേഷൻ സിന്ധു ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? 5000, 2000, 2500, ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ 2500.
ഏതാണ് പാരിതോഷികമായിട്ട് നൽകുന്നത്? ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി 2500. ഇതാണ് ആൻസർ കേട്ടോ. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏത്? മഴവിൽ പദ്ധതി, ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി, അന്ത്യോദയ അന്ന യോജന പദ്ധതി ഇവയൊന്നുമല്ല. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. ആൻസർ ഏതാണ്? അന്ത്യോദയ അന്ന യോജന പദ്ധതി. തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അന്ത്യോദയ അന്ന യോജന പദ്ധതി. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുക, ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക, കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക. ഏതാണ് പ്രധാന ഉദ്ദേശം ആരോഗ്യ കേരളം പദ്ധതിയുടെ? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഓപ്ഷൻ സി, ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം? ഓപ്ഷൻ എ ജപ്പാൻ, ബി ഫ്രാൻസ്, സി ജർമ്മനി, ഡി ചൈന. ഏത് രാജ്യത്തിൻ്റെയാണ് CR450 ഹൈസ്പീഡ് ട്രെയിൻ? ചൈനയുടെയാണ്. ഓപ്ഷൻ ഡി ചൈന, അതാണ് ആൻസർ. ഹൈസ്പീഡ് ട്രെയിനായ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? ഓപ്ഷൻ എ സ്റ്റാർ ലൈനർ, ബി അറ്റ്ലസ് 5, സി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ, ഓപ്ഷൻ ഡി ഫാൽക്കൺ 9. ഏതിലാണ് അവർ ഭൂമിയിലേക്ക് മടങ്ങിയത്? ആൻസർ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. അപ്പോൾ സുനിത വില്യംസും ബാരി വിൽമോറും 9 മാസക്കാലത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ എന്ന വാഹനത്തിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം AI ടൂൾ ഏതാണ്? പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം. ഓപ്ഷൻ എ ഡീപ് മൈൻഡ്, ബി ചാറ്റ് ബോട്ട്, സി ആൽഫ ഫോൾഡ്, ഡി ക്ലോഡ്. ഓപ്ഷൻ എ ഡീപ് മൈൻഡ്, ചാറ്റ് ബോട്ട്, ആൽഫ ഫോൾഡ്, ക്ലോഡ്. ഏതാണ്? പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ കഴിയുന്ന AI ടൂള് ആൽഫ ഫോൾഡ് ആണ്. ഓപ്ഷൻ സി ആൽഫ ഫോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മിഥുവ നൃത്തം, മലപുലയ ആട്ടം. ഏതൊക്കെ കലാരൂപങ്ങളാണ് സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്?
പണിയ നൃത്തം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പളിയ നൃത്തം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇരുള നൃത്തം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മംഗലം കളി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മലപുലയ ആട്ടം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൾപ്പെടുത്താത്തത് മിഥുവ നൃത്തം മാത്രമാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 1, 2, 3, 4, 6 ഏതൊക്കെയാണ്? സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കലാരൂപങ്ങൾ: പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപുലയ ആട്ടം. ിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ: ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ. ആരൊക്കെയാണ്? ഗുകേഷ് ഡി ഉണ്ട്, ഹർമൻപ്രീത് സിംഗ് ഉണ്ട്, പ്രവീൺ കുമാർ ഉണ്ട്, മനു ബാക്കർ ഉണ്ട്. 4 പേർക്കും മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം: ഗോദാവരി ആർച്ച് പാലം, ചെനാബ് റെയിൽവേ പാലം, പാമ്പൻ റെയിൽവേ പാലം, കൊങ്കൺ റെയിൽവേ പാലം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ചെനാബ് റെയിൽവേ പാലം. ആൻസർ ചെനാബ് റെയിൽവേ പാലം. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് ചെനാബ് റെയിൽവേ പാലം. അടുത്ത ക്വസ്റ്റ്യൻ: 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീത, നാട്യശാസ്ത്രം, രാമായണം, യജുർവേദം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ആൻസർ 1, 2 വരിക. ഓപ്ഷൻ സി 1, 2. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. അടുത്ത ക്വസ്റ്റ്യൻ: 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ആണ്? ഓപ്ഷൻ എ ചാറ്റ് GPT, ബി ഡീപ് സീക്ക്, സി ജെമിനി, ഡി ക്ലൗഡ്. ഏതാണ്? ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട്. ഓപ്ഷൻ ബി ഡീപ് സീക്ക്. ആൻസർ ഡീപ് സീക്ക് ആണ്. ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഡീപ് സീക്ക്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ എ ബംഗളൂരു, ഓപ്ഷൻ ബി ഹൈദരാബാദ്, സി അമരാവതി, ഡി പൂനെ. ഏത് നഗരത്തിലാണ്? അമരാവതി. ആൻസർ അമരാവതി. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിക്കുന്നത് അമരാവതി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക.
താങ്ക് യു.